നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന 52 ശീലങ്ങൾ. എല്ലാ ആഴ്ചയും ഏറ്റവും പുതിയ ടിപ്സ് ഹാപ്പിയസ്റ്റ് ഹെൽത്തിലൂടെ. ഈ ലളിതമായ കാര്യങ്ങൾ ദിനചര്യയുടെ ഭാഗമാക്കൂ. ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളിലുണ്ടാകുന്ന ആരോഗ്യകരമായ മാറ്റങ്ങൾ അനുഭവിച്ചറിയാം. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന 52 ശീലങ്ങളിൽ ഇന്ന് വിശദമാക്കുന്നത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാന വിഷയമാണ്: വായിലൂടെ ശ്വാസമെടുക്കൽ. ശ്വാസമെടുക്കാൻ മൂക്കുണ്ടായിട്ടും എന്തിനാണ് നമ്മൾ വായ ഉപയോഗിക്കുന്നത്? ഇത് നല്ലതാണോ? നമുക്ക് നോക്കാം. പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ വായിലൂടെ ശ്വാസമെടുക്കാൻ സാധ്യതയുണ്ട്. കുട്ടികളിൽ ഇതിൻ്റെ പ്രധാന കാരണം അഡിനോയിഡ് അല്ലെങ്കിൽ ടോൺസിലുകൾ വലുതാകുന്നതാണ്. എന്നാൽ പ്രായമായവരിൽ മൂക്കിലെ പേശികൾ ദുർബലമാകുന്നത് കാരണമുണ്ടാകുന്ന അലർജിക് റൈനൈറ്റിസ് ഒരു പ്രധാന കാരണമാണ്. ജലദോഷം, മറ്റ് അലർജികൾ എന്നിവ മൂലവും മൂക്കടഞ്ഞ് വായിലൂടെ ശ്വാസം എടുക്കേണ്ടി വരും. എന്നാൽ വായിലൂടെ ശ്വാസം എടുക്കുന്നത് അത്ര നല്ല കാര്യമല്ലെന്ന് നിങ്ങൾക്കറിയാമോ? സ്ഥിരമായി വായിലൂടെ ശ്വസിക്കുന്നവരിൽ പല ആരോഗ്യ പ്രശ്നങ്ങളും കാണാം. ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും വായ തുറന്നിരിക്കുക, വായ വരളുക, ചുണ്ടുകൾ വിണ്ടുകീറുക, കൂർക്കം വലി, പല്ലിൽ കേടുപാടുകൾ വരിക, ശ്രദ്ധക്കുറവ്, ഉറങ്ങി എഴുന്നേറ്റാൽ പോലും ക്ഷീണം എന്നിവയെല്ലാം വായ തുറന്ന് ശ്വസിക്കുന്നത് മൂലമുള്ള പ്രശ്നങ്ങളിൽ ചിലതാണ്. ഇത് നമ്മുടെ ആരോഗ്യത്തെ പലതരത്തിൽ ദോഷകരമായി ബാധിക്കാം. രോഗപ്രതിരോധ ശേഷി കുറയാനും ശ്വാസകോശത്തിലും തൊണ്ടയിലും അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടാനും വഴിയൊരുക്കും. കുട്ടികളിൽ ഇത് മുഖത്തിനും പല്ലിനും വൈകല്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. പല്ലിൽ പാടുകൾ വരാനും പല്ലുകൾ നിരതെറ്റാനും ഇത് കാരണമാകും. കൂടാതെ ഓക്സിജൻ ശരിയായ രീതിയിൽ വലിച്ചെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ശ്രദ്ധക്കുറവും ഊർജ്ജമില്ലായ്മയും ഉണ്ടാകാം. വായിലൂടെ ശ്വാസമെടുക്കുന്നത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് എങ്കിൽ ഇതിൻ്റെ പ്രധാന കാരണം കണ്ടെത്തുകയും ചികിത്സിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അഡിനോയിഡ് ടോൺസിൽ പ്രശ്നങ്ങൾക്ക് ശസ്ത്രക്രിയ ഒരു പരിഹാര മാർഗമാണ്. അലർജിക് റൈനൈറ്റിസ് മൂലമാണ് വായ തുറന്നു വച്ച് ശ്വസിക്കുന്നതെങ്കിൽ നേസൽ സ്പ്രേകളും സ്റ്റിറോയിഡുകളും പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കാം. മൂക്കിലെ തടസ്സം മാറിയതിനു ശേഷം വായ അടച്ചു വയ്ക്കാനുള്ള ടേപ്പ് ഉപയോഗിക്കുന്നതും ഗുണം ചെയ്യും. പക്ഷേ ഇതെല്ലാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ. പ്രശ്നം പരിഹരിച്ചതിന് ശേഷം വീണ്ടും വായിലൂടെ ശ്വസിക്കാതിരിക്കാൻ മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുക. പൊടിയില്ലാത്ത, അലർജികളില്ലാത്ത അന്തരീക്ഷത്തിൽ ജീവിക്കുന്നതും ഗുണം ചെയ്യും. ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കാം.